പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് നമുക്ക് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യം. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവം ഓരോ മനുഷ്യനോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ നമ്മൾ വിലമതിക്കുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള തുറവിയുള്ളവരാവുക. ഹൃദയം അടച്ചുവെച്ച് ഇഷ്ടമുള്ളവരെ മാത്രം ചേർത്ത് വയ്ക്കുകയും ഇഷ്ടമില്ലാത്തവരെയൊക്കെ നിന്ദിക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ മനോഭാവം മനുഷ്യജീവിതങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരണം നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഇന്ന് പല മനുഷ്യനും പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ ബന്ധനം, തകർച്ചയുടെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം, അസ്വസ്ഥതകളൊക്കെ ഇന്ന് ചുറ്റുപാടുകളിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ നിന്ദനങ്ങളാണെന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യൻ മറ്റുള്ളവരോട് കാണിക്കുന്ന നിന്ദനങ്ങൾ അത് അവനായിരിക്കുന്ന ഇടങ്ങളിലും ചുറ്റുപാടുകളിലും കഠിനമായ അസ്വസ്ഥതകൾ, ദേശം മുഴുവനും അസ്വസ്ഥതകൾക്ക് കാരണമാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 12 പ്രകാരം പറയുകയാണ്, നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ, നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരിചയപ്പെടാനായിട്ടിടയായി. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. 2 ആൺമക്കളാണ്. ഒന്നാമൻ്റെ വിവാഹം കഴിഞ്ഞു. എന്നാൽ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ചില നിസ്സാര പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞ് ആ മൂത്ത മകൻ്റെ ജീവിത പങ്കാളി പിണങ്ങി അവളുടെ വീട്ടിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങി. ഈ ഒരു വിഷമം പങ്കുവയ്ക്കുവാനും അത് സംസാരിക്കുവാനും ഒക്കെ ആയിട്ടാണ് ഈ അപ്പൻ എൻ്റെ അടുത്ത് വന്നത്. ഈ അപ്പൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി വിഷമമാണ്. കാരണം മൂത്ത മകൻ, അവനും ഒത്തിരി വിഷമമുണ്ട്. ചില നിസ്സാര കാര്യങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു പറഞ്ഞ് അതൊരു പ്രശ്നമാക്കി മാറ്റി അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ കുടുംബ വീട്ടിൽ ചെന്ന് താമസിക്കണം. ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അമ്മായി അമ്മ ശരിയല്ല, ഒരിക്കലും ഈ അമ്മായി അമ്മ അനീതിപരമായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അത്രമാത്രം ഭക്തിയുള്ള പ്രാർത്ഥനയുള്ള ഒരു സഹോദരിയാണ് ഈ മനുഷ്യൻ്റെ ഭാര്യ. പ്രിയമുള്ളവരെ, അന്ന് പരിചയപ്പെട്ടു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഈ അടുത്ത നാളിൽ ഈ മനുഷ്യൻ വീണ്ടും എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹം വന്നത് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ വിവാഹ കാര്യത്തിനായിട്ട്, വിവാഹ ആശീർവാദത്തിന് ക്ഷണിക്കാനായിരുന്നു. എന്നാൽ ആ ദിനങ്ങളിൽ മറ്റ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കാർഡ് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാനായിട്ടിടയായി. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അച്ഛാ, ഇളയ മകൻ്റെ വിവാഹമൊക്കെ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മകൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി ഈ മൂത്ത മകൻ്റെ ഭാര്യ പിണങ്ങി നിൽക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിക്കൊരാഗ്രഹം, ആ ചേച്ചിയെ കൂടെ രമ്യതയിലാക്കി ഈ വിവാഹത്തിന് ഒന്ന് ക്ഷണിക്കണം. അങ്ങനെ ഇളയ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ അപ്പൻ, ഈ ചെറുക്കൻ്റെ അപ്പൻ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും മോളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലാം. ആ മകളുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ക്ഷണിക്കാം, ഞങ്ങൾ ഈ വിവാഹത്തിന് വരാനായിട്ട് അവരോട് ആവശ്യപ്പെടാമെന്ന് ഈ അപ്പൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപ്പൻ ഒരു ദിവസം വിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ്, ഈ അപ്പന് പരിചയമുള്ളതും അതുപോലെ തന്നെ മൂത്ത മകൻ്റെ ഭാര്യയ്ക്കും ആ കുടുംബത്തിനും അറിയാവുന്ന പ്രായമുള്ള ഒരു വൈദികനുമായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ വൃദ്ധനായ വൈദികൻ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഈ അച്ഛൻ വിചാരിച്ചത് എന്നെ കാണുമ്പോഴൊക്കെ
എല്ലാവരും രമ്യതയിലാകും, സ്നേഹമാകും. നല്ലൊരു അവസരമല്ലേ? പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവം ചില ആഘോഷങ്ങൾ നമുക്കൊക്കെ നൽകുന്നത് ബന്ധങ്ങൾ കൂട്ടിയിണക്കാനാണ്. ആരെയും നിന്ദിക്കാതെ, ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് വയ്ക്കുവാനും കൂട്ടിയിണക്കുവാനും ദൈവം അനുവദിക്കുന്നതാണ് ഓരോ അനുഭവങ്ങൾ, സംഭവങ്ങൾ. അതൊരു പക്ഷേ ഒരു മരണമാകാം, ഒരു വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു മാമോദീസയാകാം, വിശുദ്ധ കുർബാന സ്വീകരണമാകാം. ഒക്കെ ഇവിടെയൊക്കെ ബന്ധങ്ങൾ ചേർത്ത് വയ്ക്കാനായിട്ടാണ് ദൈവം നമുക്ക് ആ തരുന്ന അവസരങ്ങളാണ്. അവിടെ നമ്മൾ ചുരുങ്ങിയ മനോഭാവത്തോടെ നിന്ദനത്തിൻ്റെ മനോഭാവങ്ങളെടുത്താൽ അവിടെ പ്രളയങ്ങളുടെ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ ഹൃദയം ഇന്ന് കഠിനമായിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ സംഭവത്തിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. ഈ സഹോദരൻ, ഈ അപ്പച്ചൻ എന്നോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ആ ദിവസം ഞാനും ഈ പ്രായമായ അച്ഛനുമായിട്ട് എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. കോളിംഗ് ബെല്ലടിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. ഈ പെൺകുട്ടിയുടെ അപ്പനാണ് വന്നത്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് മാറി എന്നോട് ദേഷ്യത്തോടെ നോക്കിയിട്ട്, എന്തിനാടാ നീ ഇവിടെ വന്നത്? നീയും നിൻ്റെ കുടുംബവും വെണ്ണീറായി തീരാതെ ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കില്ല. ഈ മനുഷ്യൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളാണ്. നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നത്? നീയും നിൻ്റെ കുടുംബവും കത്തി ചാമ്പലായി വെണ്ണീറാകുന്നത് കാണാതെ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. പെട്ടെന്ന് വല്ലാത്ത ഷോക്കായതുപോലെ ആയിപ്പോയി. ഈ വൈദികൻ അങ്ങ് അപ്പുറത്ത് മാറി നിൽക്കുക. അദ്ദേഹം ഒന്നും പറയാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ, ഈ ചെക്കൻ്റെ അപ്പൻ ചെയ്യുന്നത് ഉടനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ശാന്തതയോടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും കത്തി വെണ്ണീറായാലും സാരമില്ല, പക്ഷേ ദൈവം ഇല്ല എന്ന് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന പ്രായം ചെന്ന ആ വൈദികൻ ഈ മനുഷ്യനെ തോളിൽ തട്ടിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി അപ്പോഴും അടുത്ത് നിൽപ്പുണ്ട്. വാതിൽ തുറന്ന വാതിലിലൂടെ ഈ പെൺകുട്ടിയും ഈ സംഭവം നോക്കി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അപ്പനെ തടുത്ത് പറയാം, അപ്പ അങ്ങനെ പറയരുത്, നമ്മുടെ വീട്ടിൽ വന്ന വ്യക്തിയല്ലേ, ഒരു കാര്യം ക്ഷണിക്കാനല്ലേ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ എന്തിനാടാ വന്നത് എന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു കൊടുത്ത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നമ്മൾ ബന്ധങ്ങളൊന്നും മുറിഞ്ഞു മാറിയിട്ടില്ലല്ലോ, നമ്മളിപ്പോഴും ബന്ധത്തിലാണല്ലോ, കേസ് കിടപ്പുണ്ട്, ഒരുപക്ഷെ കോടതിയിൽ മകൻ്റെ വിവാഹ സംബന്ധമായ കേസ് കിടക്കുന്നുണ്ട്, എന്നാലും നമ്മൾ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ലല്ലോ, എൻ്റെ മകൻ്റെ ഇളയ മകൻ്റെ വിവാഹമാണ്, ആ വിവാഹത്തിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ മൂത്ത മകൻ്റെ ഭാര്യയുടെ അപ്പൻ ഇപ്രകാരം പറഞ്ഞത്, നീയും നിൻ്റെ കുടുംബവും കത്തി ചാമ്പലായി വെണ്ണീറാകാതെ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. പ്രിയമുള്ളവരെ, ആ വൈദികൻ അദ്ദേഹത്തെ തട്ടി അവർ തിരിച്ച് ഭവനത്തിലേക്ക് പോയി. ഈ സംഭവം വിവാഹം ക്ഷണിക്കുവാനായിട്ട് കാർഡുമായി വന്നപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും മറ്റുള്ളവരുടെ മേൽ ചൊരിയുന്ന നിന്ദ അപമാനങ്ങളുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ അസ്വസ്ഥതകൾ തീർക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഐക്യവും നഷ്ടപ്പെടുവാൻ തക്ക വിധം നമുക്കുള്ള സുരക്ഷിതത്വമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റുള്ളവരുടെ മേൽ ചൊരിഞ്ഞ നിന്ദ അപമാനങ്ങളാണ്. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായം 23 ഇപ്രകാരം പറയുകയാണ്, ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ, സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. കാരണം സന്ദർഭോചിതമായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഇളയ മകൻ്റെ വിവാഹം ക്ഷണിക്കാൻ വന്നതല്ലേ, കുഴപ്പമില്ല, ഓക്കെ, ആ കാർഡ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ശാന്തതയോടെ അവരെ പറഞ്ഞു വിടാമായിരുന്നു. പോകേണ്ട, നിനക്ക് ഒരുപക്ഷെ ഇഷ്ടമില്ലാതായിരിക്കാം, നിനക്ക് വേണമെങ്കിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നിനക്ക് ആ വിവാഹത്തിൽ പങ്കെടുക്കണ്ട, പക്ഷേ വീട്ടിൽ വന്നവരെ നിന്ദിച്ച് അവഹേളിച്ച്, അതും ഒരു വൈദികൻ, ഒരു പുരോഹിതൻ അടുത്ത് നിന്നിട്ട് പോലും ആ പുരോഹിതനെ പോലും ഗൗനിക്കാതെ ഇത്രമാത്രം നിന്ദ അവമാനങ്ങൾ പറഞ്ഞ വാക്കുകൾ, പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യ ജീവിതത്തിൽ തകർച്ചകളും ദുരിതങ്ങളും വരുത്തുവാനായിട്ട് കാരണമാകുന്നുണ്ട്. ഉചിതമായ മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആരെയും നിന്ദിക്കാതിരിക്കുക. പ്രഭാഷകൻ 23:15 പറയുക, നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും
പക്വത നേടുകയില്ല. ചിലവരുടെയൊക്കെ ജീവിതം എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കി നിന്ദിച്ച് പറയുന്ന വാക്കുകളാണ്. എപ്പോഴും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന നിന്ദാപമാനങ്ങളുടെ നിറഞ്ഞ വാക്കുകളാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ പക്വതക്കുറവാണ്, പക്വത ഇല്ലായ്മയാണ്. പക്വത നേടാനായിട്ട് അത് തടസ്സപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് കേൾവിക്കാർക്ക് നല്ലത് അത് അവരുടെ അഭിവൃദ്ധിക്ക് ഉതകുന്ന രീതിയിൽ നല്ല വാക്കുകൾ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. സുഭാഷിതങ്ങൾ 14:21 ഇപ്രകാരമാണ്: അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ ദയാപൂർണമായിരിക്കണം, ദയ നിറഞ്ഞ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. നിന്ദിക്കരുത്. നിന്ദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിയണം. ബന്ധനങ്ങൾ, കാരണം നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും. മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിച്ചാൽ ഉള്ളിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, ചുറ്റുപാടുകളിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പ്രഭാഷകൻ്റെ പുസ്തകം 18:21 വീഴും മുമ്പ് വിനീതനാവുക, പാപം ചെയ്ത് പോകും മുമ്പ് പിന്തിരിയുക. വീഴും മുമ്പ് നീ വിനീതനാവുക. കാരണം ഇന്ന് പലരുടെയൊക്കെ വീഴ്ചകൾക്ക് കാരണം നിന്ദനമാണ്. അല്പം സമ്പത്തും ആരോഗ്യവും സുരക്ഷിതത്വവും അല്പം പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാത്തവരെ നമ്മൾ നിന്ദിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദാപാത്രത്തിന് കാരണമാകും. കൊളോസ്സർക്ക് എഴുതിയ ലേഖനം 3-ാം-അധ്യായം 12 ഇപ്രകാരമാണ്: അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ക്ഷമിക്കുവാനായിട്ടാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്. ഒരുപക്ഷെ നമ്മളെ നിന്ദിച്ച വ്യക്തികളുണ്ടാകാം, നമ്മുടെ നല്ല ദിനങ്ങളെ തകർത്ത വ്യക്തികളുണ്ടാകാം. അവരെ പോലും നിന്ദിക്കാതെ അവരോട് ക്ഷമിക്കണമെന്നാണ് ദൈവത്തിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ക്ഷമിച്ചാൽ നിനക്ക് ദൈവത്തോളം ഉയരുവാനായിട്ട് സാധിക്കും. ക്ഷമിക്കാതിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരും. ക്ഷമയുടെ അഭാവമാണ് നിന്ദനങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. നിന്ദനങ്ങളുടെ മനോഭാവങ്ങളോടെയുള്ള പ്രവൃത്തികൾ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത് നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാത്ത ചില തിന്മകൾ കിടപ്പുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം-അധ്യായം 36 പറയുന്നുണ്ട്, 36-37 ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നീ പറയുന്ന വാക്കുകൾ തിരിച്ച് നിനക്ക് തന്നെ കടന്നു വരുമെന്ന് തിരിച്ചറിയണം. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്ന, മറ്റുള്ളവരെ വളർത്തുന്ന നന്മയുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അതല്ലാതെ തിന്മ നിറഞ്ഞ വാക്കുകൾ മാത്രം എല്ലാവരെയും നിന്ദിച്ച് സമൂഹത്തിലെ ചിലരെ നമ്മൾ വിലകെട്ടവരായി കരുതി, അല്ലെങ്കിൽ സമൂഹത്തിലെ ചില വ്യക്തികളെ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതിയൊക്കെ നമ്മൾ അവരെ അകറ്റി നിർത്തുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർണായകമായ തകർന്ന അവസ്ഥകളിൽ രക്ഷിക്കാനായിട്ട് അവരെ കാണുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. നാം ആരെയാണ് കൂടുതൽ നിന്ദിക്കുന്നത്, ആ വ്യക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സുരക്ഷിതത്വവും തരുവാൻ ദൈവം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. നമ്മൾ ആരെയാണോ അകറ്റി നിർത്തുന്നത്, തള്ളിക്കളയുന്നത്, നിന്നിൽ നിന്ന് എനിക്കൊരു സഹായവും വേണ്ട, നീ വിലകെട്ടവളാണ്, നീ നികൃഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ആരെയെങ്കിലുമൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അവരിലൂടെ നീ അവരുടെ മുമ്പിൽ കരം നീട്ടുന്ന, അവരുടെ മുമ്പിൽ നീ കൈനീട്ടി രക്ഷിക്കണേ എന്ന് പറയുന്ന ചില ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് അത് സാധ്യത വരുമെന്ന് തിരിച്ചറിയണം. പ്രഭാഷകൻ്റെ പുസ്തകം 18:24 പറയുക: മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ച്, അവിടുത്തെ മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, മരണത്തിൻ്റെ ദിനങ്ങളിൽ, കാരണം നമ്മൾ മറ്റുള്ളവർക്ക് നിന്ദാവമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് ആ നിന്ദാവമാനങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്താനായിട്ട് കാരണമാകും. പ്രഭാഷകൻ 18:15 മകനെ, നിൻ്റെ സൽപ്രവൃത്തികളിൽ നിന്ദ കലർത്തരുത്, സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. ചിലരൊക്കെ സൽപ്രവൃത്തികൾ, നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യും, പക്ഷേ നിന്ദിച്ചായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സഹായം ഒരാൾക്ക് ചെയ്യുമ്പോൾ പോലും ആ സഹായം കൊടുത്തിട്ട്
ഒരു നിന്ദാപമാനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മൾ ആ സഹായം കൊടുത്തത്. നിന്ദിക്കാതെ കൊടുക്കണം, ശ്രേഷ്ഠരായി കരുതി കൊടുക്കണം. കാരണം എന്താ, നമുക്ക് അവകാശപ്പെട്ട നമ്മളിൽ നിന്ന് അവകാശപ്പെട്ടതാണ്, ആ വ്യക്തി നമ്മളിൽ നിന്ന് അവകാശപ്പെട്ടതാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് നിന്ദിക്കാതെ കൊടുക്കാം, മറ്റുള്ളവരെ ചെറുതാക്കാതെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് സഹായം കൊടുക്കും, കാണുന്നവരോടൊക്കെ നിന്ദിച്ച് സംസാരിക്കും, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന സംസാരം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകും. മത്തായി 18:10 പറയുന്നത് എന്താ, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കാരണം നമ്മുടെ മുമ്പിൽ ചെറുത് എന്ന് തോന്നുന്നതിനെയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് വലുതാണ്. നമ്മുടെ കണ്ണുകളിലൂടെ ചെറുതെന്ന് തോന്നുമ്പോഴൊക്കെ ദൈവം അതിനെയൊക്കെ വലുതായി കരുതുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ആരെയും നിന്ദിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചെറുതെന്ന് തോന്നുന്നതൊക്കെ ദൈവത്തിന് വലുതാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ തിരിച്ചറിവുള്ളിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:20 നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. പ്രവാചകനിലൂടെ ദൈവം പറയുകയായി, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:20 നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ദൈവം എല്ലാവരും നന്മയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആർക്കും തിന്മ ചെയ്യുവാനായിട്ട് ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. നന്മ ചെയ്യുവാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 7-9 ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക, സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് സഹോദരർ തമ്മിൽ കരുണയും അലിവും കാണിക്കുവാനായിട്ടാണ്. ഇന്ന് പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ദനത്തിൻ്റെ വാക്കുകളാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ കുടുംബക്കാരും ഒക്കെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയൊക്കെ നിന്ദിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് കാണാനായിട്ട് സാധിക്കും. ആരെയും നിന്ദിക്കാതിരിക്കുക. കുറവുകളുള്ളവരാകാം. വിവാഹത്തിന് മുമ്പൊക്കെ അതൊന്നും നോക്കാതെ എല്ലാം ഒരു നല്ല വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ച് ബാക്കിയുള്ളതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നിന്ദിക്കുകയും ആ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ള പങ്കാളിയെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ കണക്ക് കൊടുക്കേണ്ടവരായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വിധിന്യായത്തിൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളെ തന്നെ വിധിക്കും. നീ നിന്ദനത്തിൻ്റെ വാക്ക് എത്ര പേരോട് ചെയ്തിട്ടുണ്ടോ അത് ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. അന്യായമായി നിന്ദനത്തിൻ്റെ വാക്കുകൾ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടിട്ട് അറിയാതെ, അവരുടെ അവസ്ഥ അറിയാതെ, അവരുടെ മനസ്സറിയാതെ, ഹൃദയമറിയാതെയൊക്കെ നമ്മൾ ബാഹ്യമായി കണ്ടുകൊണ്ട്, ബാഹ്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കേട്ടുകേൾവി, മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ നിന്ദിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കൂടി തിരിച്ചറിയണം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-5 പറയാം, നിങ്ങളെ വിധിക്കുവാൻ ഞാൻ അടുത്തു വരും. ആഭിചാരർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടുത്താത്തവർക്കും. നമ്മൾ ദൈവഭയം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിന്ദനത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. മറ്റുള്ളവരെ കരുതാൻ കഴിയാത്തത്, അനാഥരെയും വിധവകളെയും പരദേശികളെയും ഒക്കെ നിന്ദിക്കാതിരിക്കണമെങ്കിൽ, അവർ ശ്രേഷ്ഠരായി കരുതണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവഭയമുണ്ടായിരിക്കണം. ഇതിനെല്ലാം ദൈവം കണക്ക് ചോദിക്കും. കാരണം ഈ ഭൂമിയും നമ്മളിപ്പോൾ അനുഭവിക്കുന്നതൊന്നും നമ്മുടെ സ്വന്തമല്ല. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് മറ്റാരുടെയൊക്കെ ആയിരുന്നു. നമ്മുടെയൊക്കെ കരങ്ങളിൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി കൂടിയാണെന്ന് തിരിച്ചറിയണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തും ഒരുപക്ഷെ നമ്മുടെ കുടുംബ പാരമ്പര്യമാകാം, നമ്മുടെ കുടുംബ മഹിമയാകാം, നമ്മുടെ തൊഴിലിൻ്റെ ആ മഹത്വമാകാം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് നന്മയും മറ്റാരുടെയൊക്കെയോ കരങ്ങളിൽ പണ്ടെങ്ങോ ഉണ്ടായിരുന്നതാണെന്നും അതൊക്കെ നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം നൽകിയതാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം.
ഇതെന്ന് നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി എന്ന് നിലനിൽക്കുകയില്ല എന്നുകൂടി തിരിച്ചറിയണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെടുവാൻ. ഇന്ന് നമ്മൾ എന്തിലാണ് അഭിമാനിച്ച് അഹങ്കരിച്ച് മറ്റുള്ളവരെ നിന്ദിക്കുന്നത്? അത് അടുത്ത നിമിഷം നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് നിന്ദിക്കാതെ, ആരെയും നിന്ദിക്കാതെ, ആരെയും ചെറുതാക്കാതെ ഉള്ളത് തൃപ്തിയോടെ അനുഭവിക്കുവാനും അവകാശപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് നൽകാനും അവർക്ക് ഉപകാരപ്പെട്ട രീതിയിൽ നമുക്കുള്ളത് പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കും. ഈ ദിനത്തിൽ നമ്മൾ നമ്മുടെ വാക്കുകളൊന്ന് ഗൗരവമായി എടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ നിന്ദനത്തിൻ്റെ, മറ്റുള്ളവരെ ചെറുതാക്കുന്നതിൻ്റെ വാക്കുകളാണോ എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത്? എങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ദൈവത്തിന് നിരക്കാത്തതായ വാക്കുകൾ, ദൈവസ്നേഹത്തിന് നിരക്കാത്തതായ കരുണയില്ലാത്ത വാക്കുകൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് കടന്നു വരാതിരിക്കുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതി മറ്റുള്ളവർക്ക് നന്മ പകരുന്ന വാക്കുകൾ എൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുവാൻ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളേതെങ്കിലും രീതിയിൽ ആരെയെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിന്ദിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരുടെ സൽപ്പേര് തകർത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നിന്ദാവമാന വാക്കുകൾ കേട്ട് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിലെ നന്മകൾ തകർക്കുവാൻ നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ദിനത്തിൽ അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ആരെയും നിന്ദിക്കാതിരിക്കുവാനായിട്ടാണല്ലോ അവിടുന്ന് ഈ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചത്. മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകുമെന്നാണല്ലോ അങ്ങ് വചനത്തിലൂടെ പറഞ്ഞത്. കർത്താവെ, എല്ലാവരെയും ശ്രേഷ്ഠരായി കരുതാനായിട്ടുള്ള മനസ്സ് തരണമേ. ഏതെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ, ഇഷ്ടമില്ലായ്മയുടെ പേരിൽ മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കാതിരിക്കുവാൻ തക്കവിധം വിനയവും എളിമയും ദൈവഭയവും ഞങ്ങളിൽ നിലനിർത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.